നമുക്ക് കൊട്ടിയൂർ വരെ പോയാലോ? രാവിലെ എണീക്കാൻ ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരാളാണ് ഞാൻ. ഞാൻ രാവിലെ എണീച്ച് ബ്രഷ് ചെയ്ത് കുളിച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. വയനാട്ടിലിപ്പം ഭയങ്കര തണുപ്പാണ്. രാവിലെ എണീക്കാത്തതുകൊണ്ടാണ് ഈ തണുപ്പൊന്നും ഞാൻ അറിയാതിരുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഞാൻ നമ്മുടെ നൈവിക ജ്വൽസ് എന്നാണ് ആദ്യത്തെ ഇൻവിസിബിൾ ചെയിൻ ഇട്ടത്. എനിക്കത് മാച്ച് ചെയ്യാത്ത പോലെ തോന്നിയുകൊണ്ട് രണ്ടാമതും നൈവിക ജ്വൽസ് എന്നൊരു ഇൻവിസിബിൾ ചെയിൻ എടുത്തു. എൻ്റെ മുഖം എന്താ എങ്ങനെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഉറക്കക്ഷീണം മാറിയിട്ടില്ല. പിന്നെ ടൗണിലെത്തിയപ്പോൾ ആൻറ്റി മാമനുണ്ടായിരുന്നു. അവരെയും പിക്ക് ചെയ്ത് ഞങ്ങൾ നേരെ കൊട്ടിയൂരിലേക്ക് തിരിച്ചു. വണ്ടിയിലിരിക്കുമ്പോൾ അമ്മയും കുഞ്ഞമ്മയും എൻ്റെ യൂട്യൂബ് വ്ലോഗ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം കുഞ്ഞമ്മ കൊട്ടിയൂരിലെ കഥയൊക്കെ പറയാൻ തുടങ്ങി. അത് ഞാൻ അടുത്ത വ്ലോഗിൽ ഫുൾ ആയിട്ട് ഇടുന്നുണ്ട്. അങ്ങനെ ഫൈനലി ഞങ്ങൾ കൊട്ടിയൂർ എത്തിയിരിക്കുകയാണ്. അമ്മ എപ്പോഴും ഇങ്ങനെയാണ്. പുറത്ത് പോകുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവരാതിരുന്ന അമ്മയ്ക്കൊരു സമാധാനം കിട്ടില്ല. പക്ഷെ ഞാൻ എപ്പോഴും ചീത്ത പറയാറുണ്ടെങ്കിൽ ഇപ്രാവശ്യം എനിക്ക് സമാധാനമായി. കാരണം ഞാൻ ഒന്നും തിന്നാതെ ഇരുന്ന് ഇറങ്ങി. പിന്നെ ഇന്നായിരുന്നു പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്ര ഉദ്ഘാടനം. പിന്നെ അച്ഛൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴും എന്തോ തലകറക്കം പോലെ തോന്നിയോണ്ട് ഒരു പ്രഷറിന്റെ ഗുളിക ഒപ്പിക്കാൻ വേണ്ടി പോയായിരുന്നു. പക്ഷെ അത് കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് അക്കരെ ക്ഷേത്രത്തിലേക്ക് കടന്നു. അവിടെ ഫുള്ള് കടയായിരുന്നു. പിന്നെ കൊട്ടിയൂരിലെ പുഴയിലെ കല്ലെടുത്ത് 2 കല്ലെടുത്ത് കൂട്ടി വരച്ച് നോക്കിയാൽ നമുക്ക് ഭസ്മോ ചന്ദനോ കുങ്കുമോ കിട്ടും. ഇതിൽ ഏതാ കിട്ടുന്നതെന്ന് നോക്കാൻ വേണ്ടി ഞാനും അമ്മയും ആന്റിയും മാമനും അച്ഛനും എല്ലാവരും കൂടെ ഇരുന്ന് ഒരിക്കലായിരുന്നു പണി. എനിക്ക് കിട്ടിയ ചന്ദനമായിരുന്നു. അടുത്തത് അമ്മയുടെ ട്രിപ്പാണ്. അമ്മയ്ക്ക് കിട്ടിയതും ചന്ദനം തന്നെയായിരുന്നു. അമ്മ ഒരു വലിയ കല്ലെടുത്താണ് ഉരച്ച് നോക്കിക്കൊണ്ടിരുന്നത്. ഇനി നിങ്ങൾക്ക് കുങ്കുമം വേണമെങ്കിൽ ഒരു ചുവന്ന കല്ലെടുത്ത് ഉരച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കുങ്കുമം കിട്ടും. അമ്പലത്തിൽ നല്ല തിരക്കാണ്. എന്നിരുന്നാലും ഭഗവാനെ കണ്ട് ഞങ്ങളൊന്ന് പ്രാർത്ഥിച്ചു. പിന്നെ കാപ്പിയൊക്കെ കുടിച്ച് ഞങ്ങൾ അതിലെ നടക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കല്ലടുക്കി വെക്കുന്നത് കണ്ടത്. നമ്മുടെ ആഗ്രഹം പറഞ്ഞിട്ട് ഈ കല്ലടുക്കി വെച്ചാൽ നമ്മുടെ ആഗ്രഹം നടക്കുന്നതാണ് പറയുന്നത്. പിന്നെ അമ്പലത്തിൽ നിന്ന് ഞങ്ങൾ ഈ ഒരു അപ്പമാണ് വാങ്ങുന്നത്. ഇതിന്റെ പേരാണ് തിരുവപ്പം. പിന്നെ ഞങ്ങൾ ഇക്കരെ ക്ഷേത്രത്തിൽ പോയി. അവിടെ നല്ല തിക്കും തിരക്കുമായിരുന്നു. അവിടത്തേക്കാളും തിക്കും തിരക്കുമായിരുന്നു. ആ തിക്കും തിരക്കും കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇറങ്ങിയത് ലാഭമേളയിലാണ്. ലാഭമേള എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്കല്ല ലാഭമേള, അത് അവിടെ കട നടത്തുന്നവർക്കാണ് ശരിക്കും ലാഭമേള. അതിനുശേഷം ഞങ്ങൾ കഞ്ഞി കഴിക്കാൻ വേണ്ടി വേറൊരു കടയിൽ കയറി. അവിടെ കയറി കുറേ നേരം നിന്നിട്ട് നമ്മളെ അവർ തിരിഞ്ഞു നോക്കുന്നു പോലുമില്ല. ലാസ്റ്റ് ദേഷ്യം പിടിച്ച് ഞാൻ ആദ്യം ഇറങ്ങി. അത് കഴിഞ്ഞ് അമ്മയും അച്ഛനും പുറകെ ഇറങ്ങി. അമ്മ കുറെ എന്തൊക്കെയോ അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവർക്ക് അതൊന്നും ഒരു മൈൻഡേ ഉണ്ടായിരുന്നില്ല. ആകെ കടയിൽ 4-3 പേരെ ഇരിക്കുന്നുള്ളൂ. പക്ഷെ അവർക്കതൊന്നും ഒരു വിഷയമല്ല. ആൾ കയറാതെ അവർ വെറുതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു നിൽക്കുന്നത്. അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചുരത്തിൽ വെച്ച് ഞങ്ങളുടെ വണ്ടി ഒന്ന് കേടായി. പിന്നെ ഈ സൗണ്ടാണ് കേട്ടോണ്ടിരിക്കുന്നത്. വണ്ടി നാശമായതോടെ വ്ലോഗ് എടുക്കാൻ വലിയ മൂടൊന്നും ഉണ്ടായിരുന്നില്ല. അതോടെ ഈ വ്ലോഗ് ഇവിടെ അവസാനിച്ചു. ബൈ ഗൈസ്.